ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചമ്മിവിളക്ക് മഹോത്സവം 23, 24 തീയതികളിലായി നടക്കും. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് വിളക്കേന്തുന്ന അത്യപൂർവമായ ആചാരവും പ്രസിദ്ധമാണ്. പല സമൂഹ മാധ്യമ പേജുകളും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഉത്സവം എന്ന രീതിയിലേക്ക് ക്ഷേത്ര ആചാരത്തെ മാറ്റി തലക്കെട്ടുകൾ നൽകുകയാണ്. പല സമൂഹമാധ്യമ പേജുകളും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഉത്സവം എന്ന രീതിയിലേക്ക് ക്ഷേത്രാചാരത്തെ മാറ്റി തലക്കെട്ടുകൾ നൽകുകയാണ്. ചവറദേശത്ത് മാത്രമല്ല, ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന പുരുഷന്മാർ വിളക്കേന്തുന്ന ഉത്സവമെന്ന ഖ്യാതിയും കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിനുണ്ട്. ട്രാൻസ്ജെൻഡർ ഉത്സവം എന്ന രീതിയിലേക്ക് മാത്രം ചില സമൂഹമാധ്യമങ്ങൾ തലവാചകം ചെയ്യുമ്പോൾ അത് ക്ഷേത്രത്തിലെ ആചാരത്തെ ബാധിക്കുന്നതായി പല ഭക്തരും അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ക്ഷേത്രാചാരത്തെ ആചാരമായി കണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്തുന്ന ഭക്തർക്കടക്കം വിളക്കെടുക്കുവാൻ പാകത്തിന് വിപുലമായ സംവിധാനം സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വയംഭൂവായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ വാണരുളുന്ന ദേവിയുടെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വീരം 10-11 തീയതി നടത്തുന്ന പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്നത്. അതായത് സ്വയംഭൂവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാത്തതാണ് ഇവിടുത്തെ വിശിഷ്ടമായ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ വാണരുളുന്ന ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങാണ് അഭിഷ്ടസിദ്ധിക്കായി ചമയവിളക്കെടുക്കുന്നതാണ് ദേവിക്ക് ഏറ്റവും ആഗ്രഹം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഉത്സവം എന്ന രീതിയിലേക്ക് ക്ഷേത്രാചാരത്തെ മാറ്റി ശീർഷകം നൽകാതെ പുരുഷാംഗനമാരെ ആകെ പ്രതിനിധാനം ചെയ്യുന്ന ഉത്സവമെന്ന രീതിയിലേക്ക് കൊറ്റംകുളങ്ങര ചമയവിളക്കെടുപ്പ് മാറണമെന്നും അവർ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ വി സുരേഷ് കുമാർ, വി ഗീതാകൃഷ്ണൻ, എസ് പ്രസന്നകുമാർ, VR ജയൻ, സജികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.